ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഞാൻ ഉണ്ടാക്കുന്നതിൽ വെച്ചിട്ട് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ഫിഷ് കറിയുടെ റെസിപ്പി. ചട്ടി ചൂടാകാൻ നല്ല സമയം എടുക്കും. അപ്പോൾ ആ സമയം കൊണ്ട് നിങ്ങൾ പോയി നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒന്ന് കണ്ടിട്ട് വാ. അപ്പോൾ പെന്നും പേപ്പറും ഒക്കെ എടുത്ത് റെഡി ആയല്ലോ. നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: കുഞ്ഞുള്ളി വേണം, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, ഉപ്പ്, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഉലുവ, കടുക്, ഉപ്പ്, മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ ഉലുവയുടെ പൊടി. ഇത്രയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. പിന്നെ നമ്മൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന മീൻ എന്ന് പറയുന്നത് നമ്മുടെ മോത മീനാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഫിഷാണ്, നല്ല ഫ്ലഷി ആയിട്ടുള്ള ഫിഷാണ് മോത. അപ്പം മോത ഫിഷും കൂടെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഫൈനലായിട്ടൊന്നും കൂടെ നോക്കിക്കോ എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്നുള്ളത്. നമ്മൾ നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ചട്ടി ഏകദേശം ചൂടായി വരുന്നുണ്ട്. ആ സമയത്തോട്ട് നമുക്ക് അതിനകത്തോട്ടൊരു ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം മീൻകറി ഉണ്ടാക്കുമ്പോൾ. ഇത് കോട്ടയക്കാരുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് ഞാൻ വോയിസ് ഓവർ ആയിരിക്കും ചെയ്യുന്നത്. എൻ്റെ ലിപ് മൂവ്മെൻറ്റ് സിങ്ക് ആയിട്ടില്ല എന്നൊന്നും പറയരുത്, കാരണം ബാക്കിൽ മൂവി നടക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. അപ്പോൾ ചട്ടി ചൂടായി വരുന്ന സമയത്ത് തന്നെ നമുക്ക് അടുത്ത അടുപ്പിലോട്ട് ഒരിച്ചിരി വെള്ളം കൂടെ ചൂടാക്കാനായിട്ട് വെക്കാം നമ്മുടെ ഗ്രേവിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതവിടെ ഇരുന്ന് ചൂടാവട്ടെ. നമുക്ക് ബാക്കിയുള്ള ഫിഷ് കറിയുടെ പ്രിപ്പറേഷനിലോട്ട് നോക്കാം. എണ്ണ ചൂടായോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനകത്തോട്ട് ഒരു ഇച്ചിരി കടുകിട്ട് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ ചൂടായിട്ടില്ല, കുറച്ച് നേരം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. അന്നേരം ആ സമയം കൊണ്ട് ആ എണ്ണയൊക്കെ നമ്മുടെ പാനിലോട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഇവിടെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രിപ്ഷനെ കുറിച്ചാണ്. നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് വിശേഷം? സബ്സ്ക്രിപ്ഷൻ കുറവാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ ചാനൽ മറക്കരുത്. കാണുമ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടം പോലെ ലൈക്സും വ്യൂസും ഒക്കെ ഉണ്ട്, പക്ഷേ സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ് ഗൈസ്. നിങ്ങളെല്ലാവരും ഓരോ സബ്സ്ക്രിപ്ഷൻ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എൻ്റെ ചാനൽ മോണിറ്റൈസ് ആവും. അപ്പോൾ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്, പ്ലീസ് പ്ലീസ് പ്ലീസ്. ബാക്ക് ടു അവർ ഫിഷ് കറി മേക്കിംഗ്. ചട്ടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്, എണ്ണ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി അതിനകത്തോട്ട് നമ്മുടെ കടുക് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം. ഓക്കെ, കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് ഉലുവാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഉലുവപ്പൊടിയല്ല, ഉലുവയുടെ ആ സീഡ് ഉണ്ടല്ലോ, അതോടെ ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം. ആക്ച്വലി ഉലുവ നല്ല ഫ്ലേവർ വരുമ്പോഴാണ് നമ്മുടെ മീൻ കറിക്ക് നല്ല ടേസ്റ്റ് വരുന്നത് കേട്ടോ ഗൈസ്. അപ്പം മറക്കണ്ട, എണ്ണ, മസ്റ്റേർഡ് ഓയിൽ, മസ്റ്റേർഡ് സീഡ്, പിന്നെ വേണ്ടത് നമ്മുടെ ഉലുവ. നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം. അത് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് ഇച്ചിരി കടുകും ഉലുവയും നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇനി അതിനകത്തോട്ട് ആഡ് ചെയ്യേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ട് അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് നാടൻ മീൻകറിയാണല്ലോ. മീൻകറി ആകുമ്പോഴത്തേക്കും കുറച്ച് വെളുത്തുള്ളിയുടെ ടേസ്റ്റാണ് മുന്നോട്ട് നിൽക്കേണ്ടത് ഇഞ്ചിനേക്കാളും. അപ്പം നിങ്ങൾ എടുക്കുമ്പോഴത്തേക്കും വെളുത്തുള്ളി ഇഞ്ചിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് എടുക്കാനായിട്ട് നോക്കണം. ഓക്കെ, ഇനി അത് ഗോൾഡൻ കളർ ആവുന്നിടം വരെ നന്നായിട്ട് നമുക്ക് വഴട്ടിയെടുക്കാം. നന്നായിട്ട് നമുക്ക് ഗോൾഡൻ ആക്കി എടുക്കണം, ഗാർലിക്കും ജിഞ്ചറും. അപ്പോൾ ഇത് രണ്ടുപേരും ഗോൾഡൻ ആയി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാൻ. ഓക്കെ, എന്താണെന്ന് അറിയത്തില്ല, ഇത് നോക്കിക്കേ, ഞാനിത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതങ്ങ് പതഞ്ഞ് വരാൻ തുടങ്ങി. എന്താണെന്ന് എനിക്കറിയില്ല റീസൺ. പക്ഷേ കഴിച്ചു നോക്കിയപ്പോഴൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇനി ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഈ ഫോം ഇങ്ങനെ വരുന്നത്. പക്ഷേ നമുക്ക് വേണ്ട ആ ഒരു കൺസിസ്റ്റൻസിയിൽ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം. ചില്ലി ആഡ് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഫ്രൈ അല്ല, ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നാൽ മതി കേട്ടോ. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കുഞ്ഞുള്ളിയാണ്. സബോള നമ്മൾ ഇതിൽ ഉപയോഗിക്കില്ല, കുഞ്ഞുള്ളിയാണ്. ചില്ലിയും മുരിഞ്ഞു വന്നിട്ടുണ്ട്. കുഞ്ഞുള്ളിയും കൂടെ ഇട്ടിട്ട് അത് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ വരുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഉള്ളിയും വെളുത്തുള്ളിയും കരിവേപ്പിലയും പച്ചമുളകും എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മസാലാസ് എല്ലാം ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. കൊറിയാണ്ടർ പൗഡർ ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു,
കാശ്മീരി ചില്ലി പൗഡർ. ഇതാണ് നമ്മുടെ കറിക്ക് നല്ല കളർ തരുന്നത് കേട്ടോ. പിന്നെ ഇച്ചിരി തീ കുറച്ച് വെക്കണേ, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. ഇച്ചിരി കുരുമുളക് പൊടി ഇട്ടു. അപ്പോൾ കുരുമുളക് പൊടിയും ഇച്ചിരി കാശ്മീർ ചില്ലിപ്പൊടിയുടെ ഇതും എരിവും പിന്നെ നമ്മുടെ ഗ്രീൻ ചില്ലീസിൻ്റെ ആ ഒരു എരിവുമാണ് നമ്മുടെ മീൻ കറിക്ക് ആ ഒരു സ്പൈസിനെസ് കൊടുക്കുന്നത് കേട്ടോ. പർട്ടിക്കുലർലി കൊടുക്കുന്നത് ഏതാണ് കുരുമുളക് പൊടി. ഇതെല്ലാം ഒരു പച്ചമണം മാറുന്നിടം വരെ, ഒരു മസാല ഫ്ലേവർ ഉണ്ടല്ലോ അതെല്ലാം മാറുന്നിടം വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒരു സ്പൈസിനെസ്സിന് വേണ്ടി. ഇച്ചിരി കുറവുള്ളതുപോലെ എനിക്ക് തോന്നി, അതുകൊണ്ടാണ്. ഇനി അതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ നമുക്ക് ഉലുവാപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ പുളിക്ക് ആവശ്യമായിട്ടുള്ള വിനെഗർ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വിനെഗറും ടൊമാറ്റോസും പിന്നെ കുടംപുളിയും നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം, എന്തുമാത്രം ക്വാണ്ടിറ്റി ഓഫ് ഫിഷ് ഉണ്ടെന്നുള്ളത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം അതിനകത്തോട്ട് ഈ 3 ഐറ്റംസ് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഓക്കെ. ഇനി അഥവാ നിങ്ങൾക്ക് അലർജിയാണ് വിനെഗർ അത് യൂസ് ചെയ്യുന്നത് ഇഷ്ടമല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് കളയാം കേട്ടോ. നമുക്കിനി തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് വേവിച്ച് എടുക്കാം. ഓക്കെ. ഇനി നമ്മൾ ആ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളവും കൂടെ എടുത്തൊഴിച്ച് നന്നായിട്ട് ഒന്ന് ബോയിലാവുന്നിടം വരെ വേവിച്ചെടുക്കാം. ഇവിടെ ഞാനൊരു സ്റ്റെപ്പ് മറന്നു പോയിട്ടുണ്ട്, നമ്മുടെ കുടംപുളി ആഡ് ചെയ്യുന്നത്. അത് നിങ്ങൾ ഈ ഒരു സ്റ്റേജിൽ, അതായത് നമ്മുടെ മീൻകറി നല്ല തിളച്ച് വരുമ്പം അപ്പം ആഡ് ചെയ്ത് കൊടുക്കുക. കുടംപുളി ആഡ് ചെയ്തിട്ട് വേണം അതൊന്ന് നന്നായിട്ട് അതിൻ്റെ ആ ഒരു പുളിയൊക്കെ ഇറങ്ങിയിട്ട് വേണം നമ്മുടെ മീൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് ഞാനിവിടെ മറന്നു പോയിട്ടുണ്ട്, നിങ്ങൾ മറക്കാണ്ട് അത് ഇവിടെ തന്നെ ആഡ് ചെയ്യണം കേട്ടോ. ഇനി പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ബോയിലായിട്ട് വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മീൻ കറിക്കകത്തോട്ട് ഉപ്പ് ആഡ് ചെയ്യുമ്പം ഒരിച്ചിരി മുന്നോട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിച്ചേക്കണം. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ കറിയുടെ ആ മീനിൻ്റെ പീസസിലോട്ട് സോൾട്ട് അബ്സോർബ് ആയി കഴിയുമ്പോഴത്തേക്കും മീൻ കറിയിൽ ആ ചാറിൽ ഉപ്പ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. സോ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊടിക്ക് ഇച്ചിരി ഉപ്പ് കൂടി നിന്നാലും ചാറിൽ കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി കറിവേപ്പിലയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എത്ര കറിവേപ്പില ആഡ് ചെയ്യാൻ പറ്റുമോ അത്രയും കറിവേപ്പില നിങ്ങൾ ആഡ് ചെയ്തു നമ്മുടെ കറിക്ക് അത്രയും ഫ്ലേവർഫുള്ളായിരിക്കും നമ്മുടെ കറി. അപ്പം ഇതൊന്ന് തിളച്ച് വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സൈഡിൽ ആ തിളയൊക്കെ വന്ന് നമ്മുടെ എണ്ണയൊക്കെ വിട്ട് കാശ്മീരി ചില്ലി പൗഡറിൻ്റെയും പെപ്പറിൻ്റെയൊക്കെ ഫ്ലേവറും കളറും എല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്, കറിയിലോട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി നമ്മുടെ ചാറിന് ഇച്ചിരിയും കൂടെ ഗ്രേവി വേണമെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് നമുക്ക് ഈ ഒരു സ്റ്റേജിൽ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷ് ഇടുന്നതിന് മുന്നേ വേണം എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ്സ് നിങ്ങൾക്ക് കറിയിൽ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്തെടുക്കാനായിട്ട്. അപ്പം നന്നായിട്ട് തിള വരുന്നിടം വരെ നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കാം. ഈ ഒരു സമയത്ത് ഉപ്പും എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കുറവോ കൂടുതലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ എനിക്ക് ഉലുവപ്പൊടിയുടെ ഇച്ചിരി കുറവ് തോന്നിയതുകൊണ്ട് ഞാൻ ഉലുവ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് പെപ്പറും കൂടെ ആഡ് ചെയ്തു ഗ്രേവിക്കകത്തോട്ട്. ഇനി അത് നന്നായിട്ട് തിളക്കട്ടെ.
തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് നമ്മുടെ മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന മീൻ മോദ ഫിഷാണ് കേട്ടോ. മോദ, അതിന് വേറെ എന്താ നാട്ടിൽ പേര് പറയണതെന്ന് എനിക്കറിയില്ല. മോദ എന്നാണ് നമ്മളിവിടെ പറയണത്. ആ കുടംപുളി ആഡ് ചെയ്യാൻ ഞാൻ ഇപ്പോഴാണ് ഓർത്തത്. അപ്പോൾ ഞാൻ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള നമ്മുടെ ഫിഷും കൂടെ നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഫിഷെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോഴേ ഉള്ളൂ നമ്മൾ ഈ സ്പൂൺ വെച്ചിട്ട് ഇളക്കുകയുള്ളൂ. ഇനി മുന്നോട്ട് ചെല്ലുമ്പോൾ നമ്മൾ സ്പൂൺ ഉപയോഗിക്കില്ല. കാരണം എന്നാന്ന് വെച്ചാൽ നമ്മൾ വൺസ് ഫിഷ് കുക്കായി കഴിയുമ്പോഴത്തേക്കും ഇനി സ്പൂൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് മുഴുവൻ പൊട്ടിപ്പോകാൻ തുടങ്ങും. അതുകൊണ്ട് നമ്മൾ ഇനി സ്പൂൺ ഉപയോഗിക്കത്തില്ല. ഇനി നന്നായിട്ട് നമ്മുടെ മീൻകറി നമുക്ക് തിളപ്പിച്ചിട്ട് എടുത്ത് മാറ്റാം. ഞാൻ 1-2 പ്രാവശ്യം എടുത്ത് മീൻകറി നമ്മുടെ ഇളക്കിയിരുന്നു. ഓൾമോസ്റ്റ് നമ്മുടെ മീൻകറി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി റെഡി ഫോർ സെർവിങ് ആണ്. അപ്പോൾ ചോറിൻ്റെ കൂട്ടത്തിലോ നല്ല ചപ്പാത്തിയുടെ കൂട്ടത്തിലൊക്കെ കഴിക്കാൻ അടിപൊളി നല്ല സ്പൈസി മീൻകറിയാണ്. അപ്പം നമുക്കിത് അപ്പയ്ക്ക് കൊടുത്തിട്ട് അപ്പയോട് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് ഇതിൻ്റെ റിവ്യൂ. എങ്ങനെയുണ്ടെന്ന് പറഞ്ഞപ്പോൾ പുളിയാണോ? ജെനുവിൻ ആയിട്ടുള്ള അഭിപ്രായം പറഞ്ഞാൽ മതി. എന്തെങ്കിലും കൂടുതലോ കുറവോ എന്തെങ്കിലും ഉണ്ടോ? Everything is nice, very nice, super. Sagala uppu road, no problem, no problem. Nalle kaa. പുളിയുണ്ടോ? Everything clear. No. Very good. നല്ല മീൻകറി. നല്ല മീൻകറി പറഞ്ഞാൽ സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്പോൾ എൻ്റെ മീൻകറി എൻ്റെ അപ്പനെ ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലായല്ലോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് പോയി ഉണ്ടാക്കി നോക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രിപ്ഷൻ ഒരിക്കലും മറക്കരുത് കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു ഗൈസ്. ബൈ ബൈ. മാസലാമ.